നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. കുറച്ച് നേരത്തിന് മുമ്പ് എന്ന് പറയുവാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തത്, ദീസ് കുക്കീസ് ആർ ഹോട്ട്. ഈ കുക്കീസ് ഹോട്ടാണ്. ഐ ജസ്റ്റ് പുൾ ദം ഔട്ട് ഓഫ് ദ ഓവൻ. ഞാനിതിപ്പോൾ, അതായത് കുറച്ച് നേരത്തിന് മുമ്പ് ഓവനിൽ നിന്ന് പുറത്തെടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഐ ജസ്റ്റ് പുൾ ദം ഔട്ട് ഓഫ് ദ ഓവൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഓവനിൽ നിന്ന് പുറത്തെടുത്തതേ ഉള്ളൂ എന്ന് പറയുവാനായിട്ടാണ് ഞാൻ അവിടെ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എന്നുള്ള വേർഡ് അവിടെ ഒരു ആഡ് വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് പുൾഡ് എന്നുള്ള വെർബിന് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതായത് കുറച്ച് നേരത്തിന് മുമ്പ് ഞാൻ കുക്കീസ് ഓവനിൽ നിന്ന് പുറത്തെടുത്തതേ ഉള്ളൂ എന്ന് പറയുവാനായിട്ടാണ്, എന്നൊരാശയം കൊടുക്കുവാനായിട്ടാണ് നമ്മളവിടെ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദീസ് കുക്കീസ് ആർ ഹോട്ട്. ഈ കുക്കീസ് ചൂടാണ്. ഐ ജസ്റ്റ് പുൾ ദം ഔട്ട് ഓഫ് ദ ഓവൻ. ഞാൻ ഓവനിൽ നിന്ന് ഇത് പുറത്തെടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ ജസ്റ്റ് പുൾ ദം ഔട്ട് ഓഫ് ദ ഓവൻ. ഞാൻ ഓവനിൽ നിന്ന് കുറച്ച് നേരത്തിന് മുമ്പ് പുറത്തെടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹി ജസ്റ്റ് ടേൺഡ് 21. അവന് 21 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അത് ചിലപ്പോൾ ഒരു 2 ദിവസത്തിന് മുമ്പാകാം, 3 ദിവസത്തിന് മുമ്പാകാം, അല്ലെങ്കിൽ 4 ദിവസത്തിന് മുമ്പാകാം. അപ്പോൾ ഈ ഇടയ്ക്ക് അവന് 21 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവാനായിട്ടാണ് അവിടെ ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹി ജസ്റ്റ് ടേൺ 21. അവന് 21 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് സ്നോവിങ്. മഞ്ഞ് പെയ്യുന്നത് നിന്നേ ഉള്ളൂ എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതൊരു 5 മിനിറ്റ് മുമ്പാകാം, 10 മിനിറ്റ് മുമ്പാകാം, അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പാകാം. അപ്പോൾ കുറച്ച് നേരത്തിന് മുമ്പ് മഞ്ഞ് പെയ്യുന്നത് നിന്നേ ഉള്ളൂ എന്ന് പറയുവാനായിട്ടാണ് ഇവിടെ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് സ്നോവിങ്. മഞ്ഞ് പെയ്യുന്നത് നിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ ഗെയിം ജസ്റ്റ് ഫിനിഷ്ഡ്. ഗെയിം തീർന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. മീൻസ് കുറച്ച് നേരത്തിന് മുമ്പ് ഗെയിം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ കുറച്ച് നേരത്തിന് മുമ്പ്, അതൊരു 5 മിനിറ്റ് ആകാം, 10 മിനിറ്റ് ആകാം. അപ്പോൾ കുറച്ച് നേരത്തിന് മുമ്പ് ഗെയിം തീർന്നതേ ഉള്ളൂ എന്ന് പറയുവാനായിട്ടാണ് നമ്മളവിടെ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഓൺലി എന്നുള്ള വേർഡിന് പകരമായിട്ട് നമ്മൾ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, ഐ ആം ജസ്റ്റ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദ്യം ചോദിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള സെൻറ്റൻസാണ് ഐ ആം ജസ്റ്റ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഈ സെൻറ്റൻസ് തന്നെ ഞാൻ ഓൺലി ചേർത്ത് താഴെ എഴുതിയിരിക്കുകയാണ്. ഐ ആം ഓൺലി ആസ്കിങ് എ ക്വസ്റ്റ്യൻ. സെയിം ആശയം തന്നെയാണ്. ഓൺലിക്ക് പകരം നമ്മൾ തൊട്ട് മുമ്പ് ജസ്റ്റ് ചേർത്ത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഓൺലിക്ക് പകരമായിട്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഐ ആം ജസ്റ്റ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. സെയിം ആശയം തന്നെയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നതേ ഉള്ളൂ എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. നെക്സ്റ്റ്, ദേ ജസ്റ്റ് വാണ്ട് എ സേഫ് പ്ലേസ് ടു ലീവ്. അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ട് ഒരു സ്ഥലം മാത്രം മതി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഓൺലി ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ദേ ഓൺലി വാണ്ട് എ സേഫ് പ്ലേസ് ടു ലീവ്. അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനായിട്ട് ഒരു സ്ഥലം മാത്രം മതി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓൺലിക്ക് പകരം തൊട്ട് മുമ്പിലത്തെ സെൻറ്റൻസിൽ ജസ്റ്റ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഓൺലിക്ക് പകരമായിട്ട് നമ്മൾ ജസ്റ്റും യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. നെക്സ്റ്റ്, ദേ ജസ്റ്റ് വാണ്ട് സംതിങ് ടു ഈറ്റ്. അവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ദേ ജസ്റ്റ് വാണ്ട് സംതിങ് ടു ഈറ്റ്. നെക്സ്റ്റ്, ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ്. അവൾ വിവാഹിതയാകുകയാണ്. ബട്ട് ഷീ ഈസ് ഓൺലി 16. പക്ഷേ അവൾക്ക് 16 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇതേ സെൻറ്റൻസ് തന്നെ ഞാൻ ജസ്റ്റ് ചേർത്ത് താഴെ ചെയ്തിരിക്കുകയാണ്. ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ്. അവൾ വിവാഹിതയാകുകയാണ്. ബട്ട് ഷീ ഈസ് ജസ്റ്റ് 16. പക്ഷേ അവൾക്ക് 16 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉള്ളിലേക്ക് പകരം നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷീ ഈസ് ജസ്റ്റ് 16. അവൾക്ക് 16 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇനി മറ്റുള്ളവരുടെ യൂത്തിനെ, അതായത് കൗമാരപ്രായത്തെ അല്ലെങ്കിൽ യൗവന പ്രായത്തെയൊക്കെ എംഫസൈസ് ചെയ്ത് പറയുവാനായിട്ട്, മീൻസ് എടുത്തു പറയുവാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, ഹീ ഈസ് ജസ്റ്റ് എ ബേബി. അവനൊരു കുഞ്ഞാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഷീ ഈസ് ജസ്റ്റ് എ കിഡ്. അവളൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഈ 2 സെൻറ്റൻസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ കോമൺ ആണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് കോൺവെർസേഷനിലൊക്കെ യൂസ് ചെയ്യാറുള്ള 2 സെൻറ്റൻസാണ്. ഹീ ഈസ് ജസ്റ്റ് എ ബേബി. അവനൊരു കുഞ്ഞാണ്. ഷീ ഈസ് ജസ്റ്റ് എ കിഡ്. അവളൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദേ ആർ ജസ്റ്റ് മാരീഡ്. അവർ മാരീഡായ പുതിയ കപ്പിൾസാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. മീൻസ് അവർ ഈ ഇടയ്ക്ക് മാരീഡ് ആയിട്ടേ ഉള്ളൂ. അതായത് ഒരു ദിവസം മുമ്പാകാം,
2 ദിവസം മുമ്പാകാം, 3 ദിവസം മുമ്പാകാം. അപ്പോൾ പുതിയതായിട്ട് മാരീഡായ കപ്പിൾസാണ് എന്ന് പറയുവാനായിട്ടാണ് അവിടെ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില കാറുകളിലൊക്കെ ജസ്റ്റ് മാരീഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ ആ കാറിനകത്ത് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ കാറിൻ്റെ പുറത്ത് ജസ്റ്റ് മാരീഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് മാരീഡ് എന്ന് വെച്ചാൽ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിൾസ് എന്നാണ് അതിൻ്റെ ആശയം. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദേ ആർ ജസ്റ്റ് മാരീഡ്. അവരിപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിൾസാണ് എന്നാണ് അതിൻ്റെ ആശയം. ഇനി നോ ക്ലിയർ റീസൺ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ എന്നിങ്ങനെ പറയുവാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. 2 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, ദേ ജസ്റ്റ് ഗോട്ട് അപ്പ് ആൻഡ് ലെഫ്റ്റ്. അവർ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാരണവുമില്ലാതെ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസ് ആണ് ദേ ജസ്റ്റ് ഗോട്ട് അപ്പ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറയുവാനായിട്ടാണ് അവിടെ നമ്മൾ ജസ്റ്റ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഷീ ജസ്റ്റ് സ്റ്റോപ്പ് കോൺടാക്റ്റിംഗ് മീ. അവൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിർത്തി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ് ഷീ ജസ്റ്റ് സ്റ്റോപ്പ് കോൺടാക്റ്റിംഗ് മീ. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് വർക്കിംഗ്. അത് വർക്ക് ചെയ്യുന്നത് നിന്നുപോയി. ഒരു കാരണവുമില്ലാതെ അത് വർക്ക് ചെയ്യുന്നത് നിന്നുപോയി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അതെന്തെങ്കിലും മെഷീനാകാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാകാം. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണൊക്കെ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് സംസാരിക്കാറുണ്ട്. ഇറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് വർക്ക് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നിന്നുപോയി, ഒരു കാരണവുമില്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നിന്നുപോയി എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. അപ്പോൾ ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ജസ്റ്റിൻ്റെ കൂടെ ലൈക്ക് എന്നുള്ള വേർഡ് ആഡ് ചെയ്ത് നമ്മൾ വെരി സിമിലർ എന്നൊരാശയത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, യു ലുക്ക് ജസ്റ്റ് ലൈക്ക് യുവർ മദർ. നീ നിൻ്റെ മദറിനെ പോലെയാണ്, നിൻ്റെ അമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. നിന്നെ കാണാൻ നിൻ്റെ എക്സ്പ്രഷൻസൊക്കെ അമ്മയെപ്പോലെയാണ് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. യു ലുക്ക് ജസ്റ്റ് ലൈക്ക് യുവർ മദർ. നീ നിൻ്റെ മദറിനെ പോലെയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, യു ലുക്ക് ജസ്റ്റ് ലൈക്ക് യുവർ ബ്രദർ. നീ നിൻ്റെ ബ്രദറിനെ പോലെയാണ്, നിൻ്റെ സഹോദരനെ പോലെയാണ് എന്ന ആശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ ലുക്സ് ജസ്റ്റ് ലൈക്ക് ഹിസ് ഗ്രാൻഡ് ഫാദർ. അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ്, മുത്തശ്ശനെ പോലെയാണ് എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ജസ്റ്റ് എന്നുള്ള വേർഡിൻ്റെ ഡിഫറൻറ്റ് ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, നമുക്ക് കോൺവെർസേഷനിലൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.